മുകേഷിന്റെ രാജി ആവശ്യത്തിൽ പാർട്ടിയിൽ ആലോചിച്ച് പ്രതികരിക്കുമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ മുകേഷ് ഉടൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPI നേതാവ് ആനി രാജ ആവശ്യപ്പെട്ടിരുന്നു. അല്പസമയത്തിനകം CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് വ്യക്തമാക്കും. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതാനാകില്ല എന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവും പറഞ്ഞു. നമുക്ക് രണ്ടുപേരുടെയും പ്രതികരണത്തിലേക്ക്. സ്വാഭാവികമായും ജാമ്യമില്ലാ കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിനുശേഷവും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി ആരോപണത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. ഒരു ധിക്കാരപരമായ സമീപനവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധിക്ക് പെരുമാറാമോ? ആ സമീപനമാണോ എടുക്കേണ്ടുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. കൊല്ലം MLA സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് CPIMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. അതിലെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ ഗവൺമെന്റിനെയും ഒരു പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് മുകേഷ് പോകാൻ പാടില്ല. അത് യുക്തമായ നിലയിൽ മുകേഷ് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ് വേണ്ടുന്നത്. ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇതിൽ CPIക്ക് ഉള്ളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്ന പാർട്ടിയിൽ ആലോചിച്ച് ഒരു മറുപടി നൽകാം, കാത്തിരിക്കൂ എന്ന് പറയുന്നു. പ്രകാശ് ബാബുവും ആനി രാജയും കടുത്ത നിലപാട്. ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയെയോ സർക്കാരിനെയോ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഇത് വഷളാകാതെ നോക്കണം, പുറത്തു പോകണമെന്ന് തന്നെ മുകേഷിനോട് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു. എന്താണ് CPIയിൽ സംഭവിക്കുന്നത്? ഈ ഓൺലൈൻ യോഗം എക്സിക്യൂട്ടീവ് തുടങ്ങിയോ? വിജയകുമാർ, ഇപ്പോൾ CPIയുടെ അവൈലബിൾ നേതൃയോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന PS സ്മാരകത്തിൽ തുടങ്ങിയിട്ടുണ്ട്. മുകേഷിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു നിലപാടിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കാരണം ഇത് സംബന്ധിച്ച പല കോണുകളിൽ നിന്ന് മുകേഷിന്റെ രാജി ആവശ്യം ഉയരുന്നുണ്ട്. മുതിർന്ന CPI നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ഒരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് CPI ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നേതൃയോഗം ചേരുന്നതും. കാരണം മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPIM ആണ്. പക്ഷേ എങ്കിൽ പോലും ഘടകകക്ഷി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയും മുന്നണിയുടെ പ്രതിച്ഛായയും ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകും. മുകേഷ് രാജിവെക്കണം എന്ന ഒരു പൊതുവികാരം തന്നെയാണ് CPIയിലുള്ളത്. ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഇക്കാര്യം പരസ്യമായി പറയുന്നതിൽ മാത്രമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ സൂചനകൾ വ്യക്തമാക്കുന്നത്. കാരണം പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഇക്കാര്യം പരസ്യമായി പറയേണ്ടിയിരുന്നില്ല എന്ന ഒരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പക്ഷേ മുകേഷിന്റെ രാജി അനിവാര്യമാണ് എന്ന് CPI നേതൃത്വം കരുതുന്നുമുണ്ട്. മറ്റ് UDFന്റെ MLAമാരെ താരതമ്യം ചെയ്തുകൊണ്ട് അവർക്കെതിരെ കേസ് വന്നപ്പോൾ രാജിവെച്ചില്ലല്ലോ തുടങ്ങിയ ചില വാദഗതികൾ CPM ചില നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ UDFനെ LDFുമായി താരതമ്യപ്പെടുത്തേണ്ടതില്ല. അങ്ങനെയല്ല, LDF അല്ലെങ്കിൽ ഇടതുമുന്നണി എപ്പോഴും സ്ത്രീപക്ഷ നിലപാടിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉചിതമായ മാർഗം CPIM നേതൃത്വം സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് CPIയുടെ ഒരു നിലപാട്. ഇക്കാര്യം ഏതായാലും ഇന്ന് ചർച്ച ചെയ്ത് പാർട്ടിയുടെ നിലപാടായി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. വിജയകുമാർ. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ CPIക്ക് അകത്ത് രണ്ടഭിപ്രായമുണ്ടോ എന്ന സംശയം ശക്തമാണ്. പാർട്ടി ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ നിലപാട് വിശദീകരിച്ചതിൽ ബിനോയ് വിശ്വത്തിന്, സംസ്ഥാന സെക്രട്ടറിക്ക് അതൃപ്തി ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം CPIയുടെ ഒരു വിശദീകരണം അക്കാര്യത്തിൽ വരും എന്ന് കരുതാം. ഇപ്പോൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറയുന്നത് മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ മാതൃകാപരമായ നടപടി എടുക്കും, ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയുള്ള സാമാന്യവൽക്കരണം ആ പ്രതികരണത്തിലുണ്ട്. സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പം
ഒപ്പം ഉറച്ചു നിന്ന് നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ആ നടപടി എന്നത് സംബന്ധിച്ച് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ.